ഓക്കെ കേസ് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ എല്ലാവരും ഫോണൊക്കെ വാങ്ങിയിട്ടില്ലേ? ഒരു കുഴപ്പമില്ല. അടുത്ത മാസം കുറച്ച് കിഡിലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് വരാൻ പോകുന്നത്. പലരും ഇതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, സ്നാപ്ഡ്രാഗൺ അവരുടെ ഏറ്റവും പുതിയ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ജെൻ 5 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിന് GPU പെർഫോമൻസ് കഴിഞ്ഞ വർഷത്തെ അവരുടെ 8 എലൈറ്റിന് 23% കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 25% റേ ട്രേസിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് കേട്ടോ. സോ അത് വെച്ചിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ വരാൻ പോകുന്നത്. ഇത് വരാൻ പോകുന്ന ചില ഫോണുകൾ അടുത്ത മാസം ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതിന് ശേഷമായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. സോ അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട്. സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു 25,000 താഴെയുള്ള ഒരു ഫോൺ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് പോട്ടാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോറോളയുടെ എഡ്ജ് 60 നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. ഒരു കോമ്പാക്ട് സൈസിൽ വരാൻ പോകുന്ന ഫോണാണ് കേട്ടോ. 6.36 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7400 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+30+10 മെഗാപിക്സലുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലായിരിക്കും വരാൻ പോകുന്നത്. 5200 mAh ബാറ്ററി, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന നല്ലൊരു കോമ്പാക്ട് സൈസുള്ള ഒരു ഫോൺ ആയിരിക്കും. അടുത്ത നമുക്ക് ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ പറഞ്ഞുതരാം. വിവോയുടെ V60e ആണ് വരാൻ പോകുന്നത്. 6.78 ഇഞ്ച് വരുന്ന ഒരു AMOLED ക്വാഡ് കവർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7400 ആണ്. 6500 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു ഫോൺ വരാൻ പോകുന്നത് റെഡ്മിയിൽ നിന്നാണ്. റെഡ്മിയുടെ 15 സീരീസ് ആണ് വരാൻ പോകുന്നത്. റെഡ്മിയുടെ 15, 15 Pro, 15 Pro Plus ഇങ്ങനെ 3 മോഡൽസ് ആയിരിക്കും വരാൻ പോകുന്നത്. 6.83 ഇഞ്ച് വരുന്ന 1.5K ഉള്ള ഒരു ക്വാഡ് കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 7S Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും, 7000 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകും. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്. ഒട്ടുമിക്ക പേരും ഇതിനാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് iQOO തന്നെയാണ് പറഞ്ഞല്ലേ. യെസ്, iQOO 15 ഡീറ്റെയിൽസ് ഒക്കെ ലീക്കായി വന്നിട്ടുണ്ട്. 6.85 ഇഞ്ച് വരുന്ന ഒരു LTPO AMOLED 2K ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം വന്നിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ജെൻ 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുള്ള iQOO 30 2x ആണ് ടെലിഫോട്ടോ ക്യാമറ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വീണ്ടും അത് 3x ടെലിഫോട്ടോ ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 7000 mAh ബാറ്ററി ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. നല്ല ക്യാമറ ക്വാളിറ്റി, നല്ല കിടിലം പെർഫോമൻസ് തരുന്ന നല്ലൊരു ഫോൺ തന്നെയായിരിക്കും iQOOന്റെ ഈ ഒരു 15 എന്ന് പറയുന്നത്. പലരും ഈ ഒരു ഫോൺ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. ഒരു 50-55 പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല മക്കളെ. അത്രയും പെർഫോമൻസ് ആയിരിക്കും. കാരണം ആ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിഭീകരനാണ്. സോ ഗൈസ്, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ GT സീരീസ് ആണ്. GT 8 ആൻഡ് 8 Pro. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ച് വരുന്ന ഒരു 2K ഫ്ലാറ്റ് OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ജെൻ 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 200+50+50 മെഗാപിക്സൽ സെറ്റപ്പിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇതിന്റെ ഡിസൈനിലും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഒക്കെ കാണാൻ പറ്റുന്നു. പിന്നെ റിയൽമി GT 8 Proയുടെ ഒരു അന്തുത്വ സ്കോർ ടെസ്റ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് റിയൽമി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 മില്യനാണ് അന്തുത്വ സ്കോർ കാണിക്കുന്നത്. സോ അതിന്റെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗെയിമൊക്കെ ഇങ്ങനെ പുഷ്പം പോലെ കളിക്കാം. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് OnePlusന്റെ ഫോണാണ്. OnePlus 15 ആണ് വരാൻ പോകുന്നത്. 6.7 ഇഞ്ച് വരുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു QHD LTP OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ജെൻ 5 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50+50+50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വരാൻ പോകുന്നത്. പിന്നെ 7000 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഫോൺ ഒക്ടോബറിൽ ചൈനയിലായിരിക്കും ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ നവംബർ, ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അടുത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള ഷവോമി 70, 17 Pro ആൻഡ് 17 Pro Max. ഈ 3 ഫോണുകളാണ് വരാൻ പോകുന്നത്. മിക്കവാറും ഈ ഒരു ഫോണായിരിക്കും സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ജെൻ 5 വെച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഫസ്റ്റ് ഫോൺ. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട്. 6.5 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ജെൻ 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+50 മെഗാപിക്സൽ വരുന്ന ലൈക്കയുടെ ഒരു ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. 7000 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്താണ് ഓപ്പോയുടെ Find X9 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ച് വരുന്ന LTP AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയടെക് ഡയമൻസിറ്റി 9500 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 200+50+50 മെഗാപിക്സൽ ആയിരിക്കും ക്യാമറ സെറ്റപ്പ് വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. പിന്നെ 6100 mAh ബാറ്ററി, 100 വാട്ടിന്റെ ചാർജിങ്, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഒക്കെ ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ വേറെ കളർ വേരിയന്റ് കൂടി ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു ബ്രൈറ്റ് കളർ. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഫോണായിരിക്കും
ഒട്ടുമിക്ക പേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. കഴിഞ്ഞ വർഷം ക്യാമറയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഫോണായിരുന്നു വിവോയുടെ X200 സീരീസ്. സോ അതിന്റെ പുതിയ വർഷം വരാൻ പോവാണ് X300 സീരീസ്. 3 ഫോണുകളാണ് ഇപ്രാവശ്യം അവർ ഇറക്കുന്നത്. വിവോയുടെ X300, X300 Pro ആൻഡ് X300 മിനി. കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ടായിരുന്ന X200 മിനി ചൈനയിൽ മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായില്ല. ഇപ്രാവശ്യം ഈ X300 മിനി എങ്കിലും ഇന്ത്യക്കാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 1.5K ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 200 മെഗാ പിക്സലിന്റെ സൈസിന്റെ ക്യാമറാസ് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള MediaTek Dimensity 9500 ആണ്. പിന്നെ 7000 mAh ബാറ്ററി 95 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. ഈ MediaTekന്റെ Dimensity 9500 എന്ന് പറഞ്ഞത് അവരുടെ ഇപ്രാവശ്യത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. സോ അതിനും പെർഫോമൻസിൽ ഒട്ടും കുറവില്ല, കിടിലൻ ചിപ്സെറ്റ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഒരു ഫോണാണ്. സാംസങ്ങിന്റെ ഒരു ട്രൈഫോൾഡ് ഫോൺ, സാംസങ് ഗാലക്സി Z ട്രൈഫോൾഡ്. ട്രൈഫോൾഡ് എന്ന് പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായേ, 3 പാർട്ടായിട്ട് മടക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 10.8 ഇഞ്ച് വരുന്ന ഒരു OLED ട്രൈഫോൾഡ് ആയിട്ടുള്ള മെയിൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 6.4 ഇഞ്ച് വരുന്ന ഒരു കവർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 8 ആണ്. പിന്നെ 50+50+50 വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. 5700 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. സോ ഇത്രയും ഫോണുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഇനി ഏതെങ്കിലും ഫോണുകൾ ലോഞ്ച് ആവുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ നേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഇസ് മീ വിക്കി. ബൈ.